അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്നതാ ഐഷുമ്മക്ക് നല്ല സന്തോഷമായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, എന്നാലും എൻ്റെ കുട്ടി വിളിച്ചല്ലോ. എൻ്റെ കുട്ടിനെ പഠിച്ചോ നന്നാക്കട്ടെ റബ്ബേ. ഞാനാകെ ബേജാറായി കയ്യും കാലും കൊഴിഞ്ഞ് നിൽക്കേനു. അല്ലാ, ഏതായാലും എൻ്റെ മോനെ പഠിച്ചോനെ. ഏതായാലും എടി സൗദ മോളെ, നവാസ് വിളിച്ചീനു. ഞാൻ കേട്ടു. അല്ലേ, നവാസ് വിളിച്ചിട്ട് ഇജ്ജെന്തിടെ ഒന്ന് വരാഞ്ഞത്? എന്തിന്? ഇന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇന്നെ വിളിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, ഞാൻ കേട്ടിട്ടുമില്ല. എന്നാലും എടി ഒന്ന് എനിക്ക് വിഷമമില്ലേ? ഒന്ന് മണ്ടി ഒന്നുകൂടേനോ? ഒന്നുമില്ല, എൻ്റെ കുട്ടിൻ്റെ വാപ്പല്ലത്. സൗദ അതിലേക്ക് വല്ലാതെ അങ്ങ് ചെവി കൊടുത്തില്ല. എന്നാൽ ഈ സമയം അതാ ഉമ്മാക്ക് വിളിക്കുന്നു. ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഫസീലയായിരുന്നു. ഫസിയാണല്ലേ വിളിക്കുന്നത്. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഫസിയെ, എടി നവാസ വിളിച്ചോ എനിക്ക്? ഉമ്മ വിളിച്ചപ്പോൾ എനിക്കത് പറയാനാണ് ഞാൻ വിളിച്ചതുമ്മ. എന്തായാലും വിളിച്ചല്ലോ, സമാധാനമായി. റബ്ബേ, ഞാൻ കരഞ്ഞ് ദുആ ചെയ്ത് പഠിച്ചവനോട്. ഉമ്മ, എനിക്ക് വല്ലാത്തൊരു... മോളെ വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ, പഠിച്ച റബ്ബിനോട് നമ്മൾ ചോദിച്ചാലെല്ലാം എളുപ്പമാക്കി തരുന്നേ. ഒന്നും ഉണ്ടല്ലോ, ഓൻ വരാറിനിക്കണ് കേട്ടാ. ഓൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊന്ന് വരാറിനിക്കണ്. ഏതായാലും ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടോ അങ്ങനെ എന്താ വരാ പറഞ്ഞിക്കണ്. ഉമ്മ, അതെന്ത് 2 ആഴ്ച കഴിഞ്ഞിട്ടെന്ന് പറയുന്നത്? അല്ലേ, 2 ആഴ്ച കഴിഞ്ഞിട്ട് പറ്റുന്നുണ്ടെങ്കിൽ വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവന് ബിസിനസ്സിനും വേണ്ടി ഇപ്പോൾ മുംബൈയിലുള്ള എറണാകുളം ദുബായിക്ക് പോകുമെന്നും പറഞ്ഞു. അതിപ്പോൾ എങ്ങനെ ഏതാന്ന് വെച്ചാൽ കാട്ടിക്കൊടന്നാലും വേണ്ടില്ല, വിളിച്ചല്ലോ. എൻ്റെ റബ്ബേ, എനിക്ക് ഇങ്ങോട്ട് മനസ്സിക്ക് സമാധാനം ഇല്ലായിരുന്നു. എൻ്റെ കുട്ടി ജീവനോടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ലേന്ന്. എൻ്റെ ഷമ്മാസാണെങ്കിൽ ഒന്നൊന്നിട്ട് മുണ്ടണമില്ല. ഓനൊരു ബേജാറ്. ഞാൻ ചോദിച്ചുമ്പോൾ ഒരു ഇടങ്ങാറ്. ഓനിങ്ങോട്ട് ഒഴിഞ്ഞു മാറ്. ഞാൻ ചോദിച്ചെൻ്റെ പൊന്നാരെൻ്റെ ഷമ്മാസ്, എൻ്റെ കുട്ടി എവിടെയൊന്ന് പറഞ്ഞു തന്നാളാ. ഇജെന്തിനാ എന്നോട്? ഞാൻ പെറ്റ തള്ളല്ലേ, പെറ്റ തള്ളൻ്റെ വേദന അറിയില്ലല്ലോ വേറെ ആർക്കും. ഞാൻ ഓനെ പെറ്റതല്ലേ, ഒന്ന് പറഞ്ഞു തന്നൂടെ എനിക്ക്? ഞാൻ കരഞ്ഞങ്ങോട്ട് പറഞ്ഞ്. ഏതായാലും വിളിച്ചല്ലോ, അത് മതി. ഓൻ പറഞ്ഞ് വിളിപ്പിച്ച എന്തൊക്കെയാണ് തോന്നുന്നുണ്ട്, എന്നാലും മടിയില്ല. ഇപ്പോൾ അറബേ റാഹത്തായത് പഠിച്ചോനെ. എന്നാൽ ഈ സമയം ഷമ്മാസ് പള്ളിയിൽ പോയതാണ്. ഉസ്താദിനെ കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അല്ല ഷാമോനെ, സത്യത്തിൽ എന്ത് സംഭവിച്ചത്? ഒന്നുമല്ല എൻ്റെ പൊന്നാരെ ഉസ്താദെ, ഞാൻ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടില്ല. അതായത് പറഞ്ഞു കഴിഞ്ഞ് വീട്ടിലൊക്കെ കേസ് എത്തിക്കഴിഞ്ഞാൽ ആകെ വിഷമം വിചാരിച്ചിട്ടാണ്. പിന്നെ സാറില്ല, നിരപരാധികൾ ജയിലിലൊക്കെ ഉണ്ടാവും. പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക വേഗം. 14 ദിവസം കഴിഞ്ഞിട്ട് ജാമ്യത്തിന് ഇറക്കണം. ജാമ്യത്തിന് ഇറക്കിയിട്ട് എൻ്റെ ടൈം ആകുമ്പോൾ ഏതായാലും ഉമ്മാക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ചോദിച്ചു നോക്കണം. ഇനിയിപ്പോൾ എത്ര ലക്ഷം ക്യാഷ് വന്നാലും വേണ്ടില്ല, ഇറക്കിക്കൊണ്ടിരണം. അപ്പോഴേക്കും തെളിവും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കി റെഡിയായാൽ മതിയായിരുന്നു. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഷാമോനെ, നീ വിഷമിക്കണ്ട. പിന്നെ ഉമ്മ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞിനു. സമീറത്തിയുടെ വിശേഷം എന്താണെന്നുള്ളത്. ഷാമോനെ, ഡേറ്റ് ഈ മാസം ലാസ്റ്റാണ്, ചിലപ്പോൾ അതിന് മുമ്പ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡോക്ടർ പറയുന്നുണ്ട് സിസേറിയൻ്റെ ആവശ്യം ചിലപ്പം വേണ്ടി വരും. കാരണം കുറച്ച് തടിയുള്ള ആളുമാണ്. പിന്നെ ഇരട്ട കുട്ടികളും കൂടി ആയപ്പോഴേ റിസ്ക് എടുക്കണമെന്ന് ചോദിച്ചു. സമീറ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എനിക്ക് പ്രസവം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാത്ത ഒന്നാണ്. എനിക്ക് ആ പ്രസവ വേദന അനുഭവിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ആയിക്കോട്ടെ, എത്ര വേദന ആണെങ്കിലും ഞാൻ സഹിച്ചോളാം. ഞാൻ ഒരു പെണ്ണല്ലേ. ഞാൻ പറഞ്ഞു, എൻ്റെ ക്ഷമി, നീ റിസ്ക് എടുക്കണോ പെണ്ണേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ മനസ്സിലത്തെ ഒരു ആഗ്രഹമാണ്, പ്രസവവേദന സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാമോൻ പറഞ്ഞു, അതെ, ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളെല്ലാം. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ സമീറയുടെ നിറവേറ് കണ്ട് എല്ലാവർക്കും വല്ലാത്തൊരു ടെൻഷനാണ് തോന്നിയത്. കാരണം ആ പെണ്ണിൻ്റെ പ്രസവം ഒപ്പം ഉണ്ടാവും. കാരണം അവൾക്ക് കുറച്ച് തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് തന്നെ അല്പം തടി കൂടിയിരുന്നു. എന്നാൽ ഗർഭം കൂടി ആയപ്പോൾ കാലുകളിൽ നീരും മുഖത്ത് നീരും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉസ്താദിന് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. പാവം ഐഷു ഉമ്മച്ചിയുടെ ആ ഒരു പ്രയാസം കണ്ട് പാവം അവൾ എപ്പോഴും കൈകാലുകളൊക്കെ ഒഴിഞ്ഞു കൊടുക്കുമായിരുന്നു. ഉമ്മച്ചി സാരല്ല കേട്ടോ, വാവ വരൂ കേട്ടോ, അപ്പം ഇതൊക്കെ മാറും കേട്ടോ. മോളെ, ഉമ്മച്ചിക്ക് വിഷമമൊന്നുമില്ല. ഉമ്മച്ചിൻ്റെ കുട്ടി കൈകൊണ്ട് ദുആ ചെയ്താൽ മതി, കുഞ്ഞു കൈകളുണ്ട് കേട്ടോ. പഠിച്ചവനെല്ലാം കേൾക്കൂട്ടോ. എന്നാൽ ഹോസ്പിറ്റൽ എത്തിയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, സമീറ
എന്താ, നമുക്ക് അഡ്മിറ്റ് ആയാലോ? അത് ഡോക്ടറെ, ഞാൻ സമയം സമയം ഈ മാസം ലാസ്റ്റ് അല്ലേ, ഇനി 10 ദിവസമേ ഉള്ളൂ. ഇനി ദിവസമല്ല, പിന്നെ നിങ്ങൾക്ക് റിസ്ക് ആയിരിക്കും കേട്ടോ. അവിടുന്ന് പെയിനൊക്കെ തുടങ്ങി ഇവിടെ എത്തുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം തടിയുണ്ട്, പോരാത്തതിന് കുട്ടികൾ നല്ല വെയിറ്റുള്ള 2 കുട്ടികളാണ് സ്കാനിങ്ങിൽ കാണുന്നത്. ചെറിയ കുഞ്ഞു കുട്ടികളല്ല, വെയിറ്റുള്ള കുട്ടി തന്നെയാണ്. രണ്ടും തന്നെ നല്ലോണം വയറ്റിലിങ്ങനെ ഒഴുകി നടക്കുകയാണ്. പിന്നെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി പ്രസവത്തിൻ്റെ സമയത്ത് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട് എന്ന് കരുതി ഞാൻ പേടിപ്പിക്കുകയല്ല. റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ്. സമീറ പറഞ്ഞു. അത് ഡോക്ടറെ, ഞാൻ തയ്യാറാണ്. സമീറ, നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ? എവിടെ നിൻ്റെ ഹസ്ബൻഡിനെ വിളിക്കൂ. ഉസ്താദേ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റിസ്ക് എടുക്കാൻ തയ്യാറാവാൻ അവൾ റെഡിയാണെങ്കിൽ ഞാനും റെഡിയാണ്. ഞാൻ ചോദിച്ചു സമീറയോട്, നിനക്ക് സുഖപ്രസവം വേണോ അതോ നോർമൽ ഡെലിവറി വേണോ? അവൾ പറയുന്നത് നോർമൽ ഡെലിവറിയാണ് സാറേ. പിന്നെ ഇതുപോലുള്ള കേസൊക്കെ ഞങ്ങൾ കൂടുതലായിട്ട് സിസേറിയൻ ചെയ്ത് ഒഴിവാക്കാറാണ് പതിവ്. കാരണം അത്യാവശ്യം ചിലപ്പോൾ റിസ്ക് എടുക്കേണ്ടി വരും. എന്നാൽ സമീറയുടെ മുഖത്തേക്ക് ഉസ്താദ് നോക്കിയപ്പോൾ സമീറ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നോക്കി. ഉസ്താദേ, നിങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എന്നാൽ ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഡോക്ടറെ, അല്ലേ, അത് അവളുടെ ഇഷ്ടം, അതേ എനിക്ക് പറയാനുള്ളൂ. അതായത് അവൾക്ക് ധൈര്യമുണ്ടെങ്കിലും അവൾക്ക് അതിന് തയ്യാറാകുകയാണെങ്കിലും എനിക്കും സമ്മതമാണ്. പക്ഷേ കുഞ്ഞുങ്ങൾക്കൊന്നും, അതാണ് പ്രശ്നം. കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ പറയാൻ പറ്റില്ല, അങ്ങനെയുണ്ട്. എന്നാൽ ആ നിമിഷം ഉസ്താദ് ഓർത്തു, അള്ള തരാൻ വിചാരിച്ചിരിക്കണമെങ്കിൽ കുഞ്ഞുങ്ങൾ നമുക്ക് തരും. പടച്ച റബ്ബി ഭൂമിയിലേക്ക് ഇറക്കാൻ വിചാരിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ അവരിറക്കിയിരിക്കും. അതെ, ആ കാര്യത്തിൽ എനിക്ക് വിഷമല്ല. അതായത് എനിക്ക് പടച്ച റബ്ബിൻ്റെ വിധിയിൽ വിശ്വാസമുള്ള ആളാണ് ഞാൻ. ഷെമി, എന്താ നിൻ്റെ അഭിപ്രായം? ഇക്ക, നോർമൽ ഡെലിവറി മതി, അതാണ് എനിക്കിഷ്ടം. എനിക്കതൊന്ന് അനുഭവിക്കണം. അതെ, എൻ്റെ പൊന്നു മക്കളെ വേദന സഹിച്ച് പ്രസവിക്കണം, അതാണ് എനിക്കിഷ്ടം. ശരിക്കും അവളുടെ ആ ഒരു ആത്മവിശ്വാസം കണ്ട് അത് ഡോക്ടർ തന്നെ അഭിനന്ദിച്ചു. കൺഗ്രാജുലേഷൻസ് സമീറ, നിൻ്റെ ഈ ധൈര്യം ഡെലിവറി സമയത്ത് കൂടി വേണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് സക്സസ് ആക്കാം. ഓക്കെ, പ്രോമിസ് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ചു. ഡോക്ടർക്കും തന്നെ ഇങ്ങനെയുള്ള പേഷ്യൻറ്റിനാണ് ഇഷ്ടം. എപ്പോഴും ധൈര്യം വേണം എല്ലാ കാര്യത്തിലും. പേടിച്ച് ഭീരുക്കളായി പലരും പ്രസവവേദന വരെ സഹിക്കാൻ പറ്റാനായിട്ട് മടിച്ചിട്ട്, വെറുതെ പ്രസവവേദന സഹിക്കാൻ എന്നെ കൊണ്ടാവില്ല, അതിന് മുമ്പേ പോയി കീറിയെടുത്താൽ അതങ്ങ് കഴിഞ്ഞില്ലേ. അങ്ങനെയുള്ള ടീം എത്രയോ ഉണ്ട്. എൻ്റെ പേഷ്യൻസിൽ തന്നെ ഡോക്ടറെ പ്രസവവേദന സഹിക്കാൻ കഴിയൂല കേട്ടോ, നിങ്ങളാണ് കീറിയെടുത്തൂടി, ഓപ്പറേഷൻ മതി എന്ന് ആദ്യമേ പറഞ്ഞ് സൈൻ ചെയ്യണവരുണ്ട്. ഞാൻ വിചാരിക്കും, നമ്മുടെ ജീവിതത്തിലേക്ക് ഡെലിവറി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു സംഭവമാണത്. നമ്മുടെ ശരീരത്തിന് എല്ലാ സ്ത്രീകൾക്കുമായി നൽകുന്ന ഒരു അനുഗ്രഹമാണത്. അതായത് പലരും ആ വേദന വരെ സഹിക്കാതെ, എവിടെ അവരുടെ ഉമ്മയും അമ്മയൊക്കെ ആ വേദന സഹിച്ച് പ്രസവിച്ചോലാണ്. ഇപ്പോഴത്തെ തലമുറക്ക് വേദന സഹിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ പിന്നെ പല ട്രീറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ, വേദനയില്ലാത്ത പ്രസവം എന്നൊക്കെ പറയുന്നത്, അതൊക്കെയുണ്ട്. പിന്നെ എന്തൊക്കെ തന്നെയാലും ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെയാണ്. അപ്പോൾ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രസവത്തിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് സുഖപ്രസവം വേണ്ട, ഓപ്പറേഷൻ മതി എന്ന് പറഞ്ഞിട്ട് വേദന സഹിക്കാതെ കഴിച്ചിലാണ് ഒരുപാട് ആൾക്കാരുണ്ട്. എന്തിനാണ് വെറുതെ അതെന്തും ഒരു ഇടങ്ങാറായ സമയത്ത് ചെയ്യുക എന്നല്ലാതെ, അല്ലാതെ ഒരിക്കൽ പോലും ഓപ്പറേഷൻ അത്ര നല്ലതൊന്നല്ല. എത്ര പാളികളാണ് വയറിനുള്ളിലുള്ളത്, എത്ര പാളികൾ. അത് ഓരോന്നോരോന്ന് കട്ട് ചെയ്ത് ഞരമ്പ് മുറി എല്ലാം കട്ട് ചെയ്തതിന് ശേഷമാണ് ഈ കുഞ്ഞിനെ എടുക്കുന്നത്. അതെ, അത്രക്കും. പിന്നെ അത് തുന്നി ചേർക്കൽ, അതൊക്കെ ഭയങ്കര, എത്ര ബ്ലഡ് പോകും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിയുന്ന നോർമൽ ഡെലിവറി ആക്കാൻ തന്നെ നോക്കുക. സമീറയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. എന്നാൽ ഈ മാസം ലാസ്റ്റ് തന്നെ പെയിന് തുടങ്ങണമെന്നില്ല, തുടങ്ങുന്നതിന് മുമ്പ് വരെയായിരിക്കും നല്ലത്. ഇനി പെയിന് ചെറുതായി തുടങ്ങി വരികയാണെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ. പിന്നെ ജോലിയൊക്കെ ഇനി അത്യാവശ്യം കുഴപ്പമില്ല എടുത്തോളൂ കേട്ടോ. അതായത് നല്ലോണം കുമ്പിട്ട് മുറ്റടിച്ച് വാരുക, നല്ലോണം അലക്കുക, കല്ലിൽ ഇങ്ങനെ അടിച്ച് തിരുമ്പുക, പിന്നെ നന്നായിട്ട് നടക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഫ്രൂട്ട്സും അത് കഴിച്ചാൽ മതി, കൂടുതലായിട്ടൊന്നും വേറൊന്നും അങ്ങനെ കഴിക്കണ്ട കേട്ടോ. പിന്നെ നല്ലോണം ജോലി ചെയ്തോളൂ കേട്ടോ ഇനി മുതൽ. ഡോക്ടറെ കണ്ട കാര്യങ്ങളെല്ലാം ഷമ്മാസിനോട് ഉസ്താദ് വിവരിച്ചു. അതെ, ഷെമിത്താക്ക് അങ്ങനെ താല്പര്യമാണെങ്കിൽ അത് തന്നെ ആയിരിക്കും നല്ലത്. ഇൻഷാ അല്ലാ. ഏതായാലും
നവാസ്ഖാൻ്റെ കേട്ടപ്പോൾ വല്ലാത്തൊരു ടെൻഷനുണ്ട് കേട്ടോ. എനിക്ക് അതൊക്കെ റെഡിയാവും ഇൻഷാ അല്ലാ. ഉമ്മ അങ്ങനെ പറയുന്നുണ്ട് ഷെമിയെ കാണാൻ പോകണമെന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആകി പിന്നെ നവാസ്ഖാൻ്റെ സൗദ അതൊക്കെ ആകെപ്പാടൊരു ടെൻഷനുള്ളൊരു ടൈമായിപ്പോയി. ഉമ്മ പറഞ്ഞും ചെയ്ത് ആ കുട്ടി ഇവിടെ നിന്നാണ്ട് ഇറങ്ങിപ്പോയതാണ്, പക്ഷേ ഞാൻ ഇതുവരെ കാണാൻ പോയിട്ടില്ല എന്നിങ്ങനെ ഉമ്മ പറയാറുണ്ട്. അങ്ങനെ അതാ ഷമ്മാസ് വീട്ടിലെത്തിയപ്പോൾ അതാ ഉമ്മ ആ കാര്യം ഷമ്മാസിനോട് ചോദിച്ചു. മോനെ എടാ ഉസ്താദിനെങ്ങാനും കണ്ടീനോ? അല്ലേ ഷെമിയും ഇതെന്തായി അവലെ ഡേറ്റ് ഈ മാസം ലാസ്റ്റൊക്കെ തന്നെയാണ്, എന്താ ഏതാ ഒന്നും അറിഞ്ഞിട്ടില്ല, കാണാനും പോയിട്ടില്ല. വല്ലാത്തൊരു പുതുമ. ആ കുട്ടിയാണെങ്കിൽ ഇമ്മയും ബാപ്പയും ഇല്ലാത്തൊരു കുട്ടിയാണ്. നമ്മൾ ആ കുട്ടീനെ സംരക്ഷിക്കേണ്ടതല്ലേ? എന്താ അത് വല്ലാത്തൊരു പുതുമ തന്നെയാണിത്. പടച്ച റബ്ബേ, ഒന്ന് പോയിട്ടുമില്ലേ? ഫോണടിയിൽ കൂടെ ഇപ്പോൾ ഈ കണ്ട പ്രശ്നങ്ങളും ഇതെല്ലാം കൂടി തലയിലിങ്ങോട്ടായിട്ട് ഒരു മനസ്സമാധാനം ഉണ്ടെങ്കിലല്ലേ ഇതിനൊക്കെ ഒന്ന് പോകാൻ നിൽക്കുക. വല്ലാത്തൊരു പുതുമ. മോനെ ഷാമോനെ, നുസി പെട്ടെന്ന് അങ്ങോട്ട് വന്നു. ഉമ്മ എന്ത്? അല്ല മോളെ, നമ്മൾ ആ ഷെമീനൊന്ന് കാണാൻ പോയിട്ടില്ല. ഉമ്മ സത്യമായിട്ടുമ്മ പോയിട്ടില്ല, ഷെമിത്തെ കാണാൻ പോയിട്ടില്ല. ഞാനങ്ങനെ വിചാരിക്കരുന്നു, പാവാണുമ്മ, അവർക്ക് ആരും ഇല്ലാത്തതല്ലേ, എന്താ ചെയ്യാം. ഷാമോൻ വന്നിക്കണം നോക്കോ, ഒന്ന് വിളിച്ചിട്ട് പോവേനു. ഷാമോനെ. ആ ഉമ്മ, എടാ ഞമ്മക്കൊന്ന് പോയി തരേനു അല്ലേ? ഉമ്മ പ്രത്യേകം ഞാൻ ഒരു കാര്യം പറയാം, സൗദത്തെ കൊണ്ടേക്കോളൂ കേട്ടോ. ഒരു ദിവസം അവൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത്രക്കും നമ്മൾ വിളിച്ചിട്ട് വന്നില്ല. എന്നിട്ട് പിന്നെ എന്താട്ടി, അത് അവളെ ഉമ്മാക്ക് നേരെ വിളിച്ച് പറഞ്ഞ് എന്താ പറഞ്ഞ ഗർഭിണിയായ പെണ്ണിനെ ഇട്ടിട്ട് പോയി. ഓളെങ്ങാനും പറ്റാൽ എന്ത് ചെയ്യും? അന്നും കുറേ പ്രശ്നം ഉണ്ടാക്കിയതാണ് കുഞ്ഞിക്കതിയ. എൻ്റെ ഉമ്മ എന്തായാലും വേണ്ടില്ല, സൗദിയെ കൊണ്ടുപോകണം, കൊണ്ടാതെ ഒരു വഴിക്കും ഇവിടുന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റൂല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമാക്കുമ്മ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ആയിക്കോട്ടെ മോനെ. എന്നാൽ ഷാമോനെ, അമ്മൻ്റെ കുട്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കൊടുന്നാളി എന്നാലിട്ടാ. കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് വാങ്ങിക്കൊടുന്നാളി ട്ടാ. ആയിക്കോട്ടെ അതൊക്കെ ഞാൻ വാങ്ങിക്കോളൂ. നിങ്ങൾ സൗദത്തിന് സെറ്റാക്കാൻ നോക്കി, അവരെനിക്ക് പ്രശ്നം, അവരാണ് പേടി. അങ്ങനെ ഏതാ നുസൈബ് തന്നെ ആദ്യം അവളുടെ അടുത്തേക്ക്, എടി സൗദ, ഞമ്മക്കിടി ഒരു സ്ഥലം വരെ ഒന്ന് പോകണ്ടായിരുന്നു. എവിടുക്കാ? ഷെമിത്തല്ലേ? അവർ വയറ് കാണാനൊന്നും പോയിട്ടില്ലല്ലോ, അന്ന് കുറച്ച് ദിവസം മുമ്പ് പോയത് വെച്ചാൽ ലാസ്റ്റൊന്നും പോയിട്ടില്ല. എന്നാൽ അത് കേട്ടപ്പോൾ സൗദക്ക് ദേഷ്യമാണ് വന്നത്. കണ്ണി കണ്ടൊരു വയറ് കാണാൻ ഇപ്പം എന്തിനാ പോണത്? കണ്ണി കണ്ടതല്ല, അവൾ ഇവിടെ വളർന്നതാണ്, അതായത് ഇവിടെ അഭയം തേടി വന്ന് അവളെ ഇവിടെ നിന്നാണ് കല്യാണം കഴിപ്പിച്ച് ഉസ്താദിന് കൊടുത്തത്. ഉമ്മയാണ് കല്യാണത്തിന് നേതൃത്വം നൽകിയതൊക്കെ. അപ്പം ഉമ്മൻ്റെ മോളെപ്പോലെ തന്നെ കരുതിയത്. എന്നാൽ അത് കേട്ടപ്പോൾ സൗദക്ക് ദേഷ്യമാണ് വന്നത്. ഇതിപ്പോൾ നമ്മളെ കാണാനൊക്കെ പോലും ഇങ്ങോട്ട് വരില്ലേനോ. സൗദ ഒരുങ്ങിക്കോ, ഞാൻ കുട്ടീനെ മാറ്റി കൊടുക്കാം. അപ്പോഴേക്കും നുസൈബ് അത് പറഞ്ഞപ്പോൾ ഉമ്മ എത്തി. സൗദ, അതെ ഷെമിൻ്റെ പള്ളാണാൻ പോവാണ്, പിന്നെ ഈ മാസം ലാസ്റ്റാണ് ഡേറ്റ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നമുക്കൊരു പൊറുതിയേടാവും, ഒന്ന് പോയി പോരുക. അതിൻ്റെ ഇടയിൽ ഈ പ്രശ്നവും കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങോട്ട് ആയിട്ട് ഒരു നേരം കാലം കിട്ടിയില്ല, ഒരു സമാധാനമില്ല. എപ്പോഴല്ലേ ഒന്ന് സമാധാനമായത് എൻ്റെ കുട്ടി വിളിച്ചപ്പോൾ. മാറ്റിക്കെന്നാൽ. എന്നാൽ അവൾ മിണ്ടാതെ ഇരുന്നു. കേൾക്കണം ഞാൻ പറഞ്ഞ കുട്ടിയെ, മാറ്റിക്കേ, നമുക്ക് അവിടെ നിന്ന് പുസ്തകത്തിൻ്റെ പേരിലെത്തുനിന്ന് പോയരേ. എന്നാൽ സൗദ ദേഷ്യത്തിലായിരുന്നു. എന്തിനിപ്പോൾ അങ്ങോട്ട് പോണത്? എന്നെക്കൊണ്ട് വയ്യ ഓരോ ആൾക്കാരെ പള്ളിയും ഇതൊന്നും കാണാൻ പോകാൻ. മോളെ സൗദ, ഈ എൻ്റെ പഴയ വാശിയൊക്കെ കളഞ്ഞ് ഒന്ന് നീച്ച അവിടുന്നേ. ഈ ഇങ്ങനെ പെറ്റിയെടുക്കണോലെ മാല റൂമിൽ കിടക്കുന്നുണ്ടല്ലോ, ഒന്ന് നീച്ച. ശരിക്കും ഉമ്മ അത് കുറച്ച് ഉച്ചത്തിലാണ് പറഞ്ഞത്. എന്നാൽ അത് കേട്ടപ്പോൾ സൗദ ഉമ്മയെ ദേഷ്യത്തോടെ നോക്കി. ഞാൻ സുഖമില്ലാത്ത ആളാണ്, ഞാനിവിടെ കിടന്നിട്ട് നിങ്ങൾക്കെന്താ? സൗദ, എനിക്ക് ഒരു അസുഖമില്ല, മനുട്ടി നീച്ചാണി. ശരി, നല്ല മട്ടത്തിലാണ് ഞാൻ പറഞ്ഞ നീച്ചാൽ, നമുക്കൊന്ന് പോയി തരാം. ഒന്ന് ഈ റൂമിനുള്ള നീച്ചാളാ. ഷാമോനോടെ? ഷാമോനൊക്കെ അവിടെ ഉണ്ട്, ഓ സാധനം വാങ്ങാൻ പോയതാണ്. ഷാമോനുണ്ടോ? എന്നാൽ ഞാനും ഉണ്ട്. സൗദയുടെ ആ ഒരു വാക്ക് കേട്ട് ഉമ്മ ഞെട്ടി. അതെന്താടി, ഷാമോൻ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ട് തരാം, ഓൺ ഡ്രൈവറായിട്ടുണ്ട്. ഉമ്മ ഞാൻ ഫ്രണ്ടിലിരുന്നോട്ടെ? താറിൻ്റെ ഫ്രണ്ടിലോ? അതെന്തിപ്പോൾ ഇജ്ജിരിക്കണേ? ഓന് പെണ്ണും കണ്ടല്ലോ ഇരിക്കാനൊക്കെ. അല്ലമ്മ, എനിക്ക് ഷാമോൻ്റെ കൂടെ താറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് പോകുമ്പോൾ എനിക്ക് നല്ലൊരു ഇഷ്ടമാണ്, കാഴ്ചകളൊക്കെ കാണും ചെയ്യാം.
ശരിക്കും പറഞ്ഞാൽ ആയുഷ്യമ്മാക്ക് അത് വല്ലാത്തൊരു ചടപ്പ് തോന്നി. പൊന്നാര സൗദ ആൾക്കാർ കണ്ട എന്തിനന്ന് ഉമ്മയായിട്ട് ഞാൻ ഉണ്ട്, പെണ്ണുങ്ങളായിട്ട് ഓളും ഉണ്ട്. അപ്പോൾ ഓൻ്റെ കൂടെ ഇജ ഇരിക്കണത്, അങ്ങനെ ഇരിക്കണത് ശരിയാണോ? നവാസിൻ്റെ കൂടെ അല്ലേ ഇജ ഇരിക്കേണ്ടത്? ഉമ്മ ചടപ്പിച്ചു. നവാസ്കാർക്ക് വേണമെങ്കിൽ ഫസീലത്തി ഉണ്ടല്ലോ, എനിക്ക് അനക്കെന്താ നവാസില്ലേ, ഇജ് മാറ്റിക്ക എന്താന്നില്ലേ. ഉമ്മാക്ക് ദേഷ്യമാണ് വന്നത്. എന്നാൽ ഈ സമയം നിങ്ങൾ ചോദിച്ചു നോക്കി, എന്നാലേ ഞാനുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല. എന്നാൽ അത് കേട്ടപ്പോൾ ആയുഷുമ്മ ശരിക്കും ഞെട്ടിപ്പോയി. പടച്ച റബ്ബേ. നുസിയേ നുസിയേ ആ ഉമ്മ എന്തേ? ആ പിന്നെ ഓള് പറഞ്ഞു കേട്ട. എന്തമ്മ പറഞ്ഞത്? മാറ്റുണ്ടവർ പറഞ്ഞത് കേൾക്കാൻ പൊന്നാര പടപ്പ്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഓള് പറഞ്ഞത് ഷാമോൻ്റെ ഒപ്പം ഞാൻ ഇരുന്നോളാം മുന്നിൽ താറിൻ്റെ, എന്നാൽ എനിക്ക് കാഴ്ചകളെ കണ്ടു പോകാലോ. ഉമ്മ ശരിക്കും നുസൈബക്കത് വല്ലാത്തൊരു ചിരി, അവളുടെ ഒരു ഉള്ളിൽ വേദന നിറഞ്ഞൊരു ചിരിയാണ് അവൾക്കുണ്ടായത്. എടി സമ്മതിച്ച് കൊടുക്കരുത് കേട്ടോ, ഒക്കെ മുളയിലേ നുള്ളിക്കളയണം. എന്താ അവളെ ചിന്താഗതി എന്നാവും. മാപ്പിള ഉണ്ട്, ഒക്കെ ഉണ്ട്, എന്നിട്ടിപ്പത്താ ഓളിങ്ങനെയാണ്. എൻ്റെ പൊന്നാര പെണ്ണേ, എനിക്ക് എന്നോട് പറയാനുള്ള മറ്റൊന്നുമല്ല, ഇജ് ഷാമോനിൽ ഒരു കൺട്രോൾ വെക്കണം. ഇവള് ഷാമോനെ മോനെ മോനെ വിളിച്ചിങ്ങനെ വിളിച്ചാവുമ്പോഴേ ആണുങ്ങളാണ്, ആണുങ്ങൾക്ക് മനോനിലേക്ക് തെറ്റും. ഒരു പെമ്പറന്നൊരു മുത്തം പെണ്ണ് ഇങ്ങനെ വിളിച്ച ഓന ഷാമോനെ ഷാമോനെ എന്ന് പറഞ്ഞിങ്ങനെ കൊഞ്ചി കൊഞ്ഞ് വിളിച്ചുമ്പോൾ ഓൻ്റെ മനസ്സിൽ പല ചിന്തകളും കയറിക്കൂടും. അതിനോടൊരു അവസരം കൊടുക്കരുത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇജ് മുന്നത്തെ സീറ്റിലിരിക്കണം. ഉമ്മ പഠിച്ചോനെ അതൊന്നും വേണ്ടുമ്മ, ഞാൻ ബാക്കിലിരുന്നോളാം. ഉമ്മ ഉണ്ടാവുമ്പോൾ ഞാനെങ്ങനെ ഫ്രണ്ടിലിരിക്കുക? എൻ്റെ പൊന്നാര കുട്ടിയെ ഒന്നിനുമല്ല, ഞാൻ പറഞ്ഞനുസരിക്ക് ഇന്ന് ഇജ് മുന്നിൽ വേഗം കയറിയിരിക്കണം. ഞാൻ ഇപ്പോൾ ഇരിക്കുമ്പോൾ ഓൾക്കതൊരു പൊറുതിയോട് ഓൾ പറയുമ്പോൾ ഞാൻ ഇരിക്കട്ടെ എന്നൊക്കെ പറയും. പക്ഷേ ഇജ് ഇരിക്കണം. ഇജ് ഇരുന്നുകാണ്ട് അവിടെ നീച്ചേ ചെയ്യരുത്. ഉമ്മ എന്നാലും അവരിരുന്നോട്ടെ, അവർക്ക് കാഴ്ചകളൊക്കെ കാണാനല്ലേ. നുസൈബ മുണ്ടണ്ട ജെ, അത് ചുണ്ടിൻ്റെ ഒക്കെ ഒന്ന് കിട്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ പറയലേ സ്വന്തം മാപ്പിളാർ ഇങ്ങനെ നിൽക്കുമ്പോൾ, മാപ്പിളാരപ്പം ഇരിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ പറയലേ. വല്ലാത്തൊരു പുതുമ. ജയിലേറെ പൊട്ടത്തി. ഉമ്മ സാരല്ല, സുഖമില്ലാത്തതല്ലേ, അവർ ഫ്രണ്ടിൽ ഇരുന്നോട്ടെ, എന്നാൽ നമ്മളുടെ കൂടെ പോരുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പോരാതിരുന്നാൽ അത് വലിയ പ്രശ്നമാക്കിയാലോ നമുക്ക്. ആ കുഴപ്പമില്ല ഉമ്മ. എൻ്റെ പൊന്നാരൻ്റെ നുസൈബ, എനിക്ക് ഇപ്പോഴും ബുദ്ധി വെച്ചിട്ടില്ലേ? ഇജ്ജാതി പെണ്ണുങ്ങളുടെ വന്ന് കൂടിക്കാണ്ട് മാപ്പിളാരെയും ആണുങ്ങളെ പാട്ടിലാക്കും. ഓളമ്മാൻ്റെ സ്വഭാവമൊക്കെ ഉണ്ടാവും. അതാ സത്താറിനെ പാട്ടിലാക്കിയ മാതിരി അങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. ഇജ്ജ് വിട്ട് കൊടുക്കരുതേ. പോകണം നമ്മൾ ഒരുമിച്ച്, നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് നിൽക്കും ഇരിക്കുകയൊക്കെ വേണം. ഒരിക്കലും ഓൾക്ക് വിട്ട് കൊടുക്കരുത്, മനസ്സിലായല്ലോ? എന്നാൽ ഷമ്മാസ് ഇതൊന്നും അറിയുന്നില്ല. അവൻ സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലേക്ക് വന്നു. കാരണം വലിയ ടൗൺ ടച്ച് ചെയ്യണ്ട അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ പിന്നെ പെട്ടെന്ന് കുറുക്കുവഴിയിലൂടെ അങ്ങോട്ട് പോകുകയല്ലേ നല്ലത് എന്ന് കരുതിയിട്ട് അവൻ ആദ്യമേ സാധനം വാങ്ങാൻ പോയതായിരുന്നു. അവൻ തിരിച്ചു വരുന്നു അവൻ്റെ താറിൽ. ഉമ്മ ആ മോനെ എത്തിയോ? ആ ഉമ്മ നോക്കി, ഇതൊക്കെ പോരെ? ഷമ്മാസ് കൊണ്ടുവന്ന സാധനങ്ങൾ ഉമ്മയുടെ മുന്നിൽ വെച്ചു. ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇല്ലേ? ആ ഉമ്മ ഇനി എന്തെങ്കിലും? ഇനിയിപ്പോൾ എന്താ, അത് മതി. ഇനിയിപ്പോൾ അതന്നെ അവൾ ഇങ്ങോട്ട് കൊടുത്തേക്കലേക്കാരം. അവൾ തിന്നൊന്നുമില്ല, എനിക്കറിയാം. എന്നാളിപ്പോൾ 8ാം മാസം പോയി വന്നതാണ്. എന്നാലും ഇപ്പോൾ അവസാനം വെച്ചൊന്ന് പോകാഞ്ഞാൽ പറ്റൂരല്ലോ. ഉമ്മ എന്നാൽ പോവല്ലേ? ആ മോനെ പോവുക. എന്നാൽ ഈ സമയം അതാ സൗദ അണിഞ്ഞൊരുങ്ങി റൂമിൽ നിന്നിറങ്ങുന്നു. ശരിക്കും അവരെല്ലാവരും ഞെട്ടിപ്പോയി. എടി ആ തട്ടൊന്ന് നല്ല മട്ടത്തിലിട്ടാലിട്ടാ, ചുരിദാറൊക്കെ ഇട്ടതായിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഒരു ഉസ്താദിൻ്റെ പരിക്കല്ലേ നമ്മൾ പോണത്, അപ്പോൾ പിന്നെ ഒന്ന് ആ വലൻ്റെ തട്ടൊന്നുണ്ട് ഒഴിവായിക്കാണ്ട് നല്ലൊരു തട്ടിട്ടാളേ. മൊക്കനെ കുത്തിയ ഏറ്റവും നല്ലത്, കാരണം മുടി കാണണടി. ഉമ്മയുടെ ആ വാക്ക് സൗദക്ക് പറ്റിയില്ല. പിന്നെ എന്ത്, ഞാൻ നിങ്ങളെപ്പോലെ പർദ്ദ ഹിജാബൊക്കെ ഇട്ട് ഞാൻ നടക്കലുണ്ടോ? എനിക്ക് ഇഷ്ടമില്ല, നിങ്ങൾക്കൊക്കെ അറിയില്ലേ. ഞാൻ ഇത് മതി. ഞാൻ നല്ലൊരു മൂഡിൽ നടന്നു വരേന, അപ്പോഴേക്കും അത് ഇങ്ങോട്ട് മുടക്കി. അല്ലേ ഈ നെറ്റ് പോലത്തെ ഷാൾ ഇവിടെ പിൻ ചെയ്തിക്കാണ്ട് ആ ഒരു ജേഴ്സി ഷാൾ ഉണ്ടല്ലോ, അതൊന്ന് ചിറ്റിട്ടൊക്കെ എന്തോ ഒരു ചൊറുക്കുണ്ടാവും കാണാൻ, നല്ല മട്ടും ഉണ്ടാവും, മുടിയും മറിയും. അല്ലാതെ അപ്പോൾ ഈ നെറ്റിൻ്റെ ഷാളിട്ട് നടക്കണം എന്തിനാ കുട്ടിയെ? നമ്മളെ മുടി കണ്ടു കാണുന്ന നരകത്തിൽ
പോകണോ? നമ്മളെ മുടി കാണിക്കാനേ പാടില്ലല്ലോ. എന്നാൽ ഷമ്മാസ് ഒരു നിമിഷം ഉമ്മ അത് പറയുന്നത് നോക്കി. ശരിക്കും സൗദ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നു. അത് നല്ലോണം ലിപ്സ്റ്റിക് കൊണ്ട് ഒന്നാണ് മായിച്ചാൾ. ഇത്ര മാണ്ടേ ആ ഒരു ഇതാണ്, ഒരു ഇടങ്ങാറാണ് നമുക്കത്. നമ്മൾ അങ്ങോട്ടല്ലേ പോണത്, ആ ഉസ്താദിൻ്റെ അടുത്തേക്ക്. എന്നാൽ ഷമ്മാസ് സൗദ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. ഷമ്മാസ് ഒരു നിമിഷം ഉമ്മയുടെ സംസാരം കേട്ട് നോക്കിയപ്പോൾ ഉമ്മ പറഞ്ഞു, ഷാമോനെ നടക്കങ്ങട്ട്. എന്നാൽ ശരിക്കും അവള് നല്ല രീതിയിൽ മോഡലായിട്ട് അടിപൊളി ചുരിദാറൊക്കെ ഇട്ടുകൊണ്ടാണ് നടന്നു വന്നിട്ടുള്ളത്. പാവം നമ്മുടെ നുസൈബ, അവൾ കറുപ്പ് പർദ്ദയും കറുപ്പ് ഹിജാബും ഒക്കെ ഇട്ട് പതിവ് പോലെ തന്നെ അവളുടെ വേഷം. എന്നാൽ അതാ വേഗം സൗദ അതാ നേരെ താറിൻ്റെ അടുത്തേക്ക് നടക്കുന്നു, കുഞ്ഞിനെ കൂടി പിടിക്കാതെ. ഉമ്മയുടെ അടുത്ത് തന്നെ കുഞ്ഞ്. എന്നാൽ സൗദ ഈ കുട്ടീനെ പിടിച്ച് നടന്നാജേ, എനിക്ക് കണ്ട് ഇറങ്ങാൻ കഴിയില്ല, നുസൈബാൻ്റെ അടുത്ത് കുട്ടിയുണ്ട്. എന്നാൽ പെട്ടെന്ന് ഷമ്മാസ് തിരിഞ്ഞു വന്ന്, ഉമ്മ തരി കുഞ്ഞിനെ. വേണ്ട, ഓളെടുത്ത് കൊടുക്ക്. ഉമ്മ, അവൾ ആ കുട്ടിനെ എറിഞ്ഞു കൊല്ലും, അതിനെ വിശ്വസിക്കാനൊന്നും പറ്റൂല. ഇപ്പോഴത്തെ തള്ളാരങ്ങൾക്ക് അറിയില്ലേ, എത്ര ചെറിയ കുട്ടികളെ കയ്യും കാലും ഒടിച്ചിട്ട് കൊല്ലാക്കൊല ചെയ്തിക്കണം. വിശ്വസിച്ച് കൊടുക്കരുതുമ്മ, കുഞ്ഞ് നഷ്ടപ്പെടും ഞമ്മക്ക്. ഷമ്മാസ് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ വാങ്ങി. കുഞ്ഞ് ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കി പാൽപുഞ്ചിരി ചിരിച്ചു. എന്നാൽ ആ തള്ള ആ കുട്ടിയെ എടുത്തു നോക്കിയത് പോലുമില്ല. അവൾ നേരെ അതാ താറിൻ്റെ അരികിലേക്ക് ചെന്ന് നേരെ അതാ കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്ത് വന്നിരുന്നു. ഷാമോനെ, ലോക്ക് തുറക്ക്, ലോക്ക്. എന്നാൽ ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടി. തുറക്കുക ഷാമോനെ, ഉമ്മ വിളിച്ചു. നുസിയെ, എൻ്റെ ഒരുക്കാനും കയ്യിൽ കുട്ടിയെ ഇറങ്ങി വന്നാ വാതിലടക്കട്ടെ. ഉമ്മ ഇതാ വരുന്നു. നുസൈബ അതാ ഇറങ്ങി വേഗം പോയി അവിടെ പോയിരുന്ന. എന്നാൽ അതാ ആ ഫ്രണ്ടിലെ ഡോറിനടുത്ത് സൗദ നിൽക്കുകയാണ്. കുട്ടീനോട് ആ മുടിയൊന്നും തട്ടൊന്നും നല്ല മട്ടത്തിനിടാൻ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല, ഒരു ഇടങ്ങാറാണ് ഇപ്പോൾ അത്. എന്നാൽ അതാ ഷമ്മാസ് ലോക്ക് തുറക്കുന്നു. ആ ശബ്ദം കേട്ടതും അതാ സൗദ വേഗം ഡോറ് തുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്ന് ഐഷുമ്മ, സൗദ ഇവിടെ വന്നാ. എന്തേ അതൊന്നും നിർത്താ. അതെ, ഐഷുമ്മ വെറുതെ വിളിച്ചതായിരുന്നു. അവൾ ചാടിക്കയറുമെന്ന് ഐഷുമ്മക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, അല്ല ഇതെൻ്റെതാ, ഈ ഒരു എൻ്റെ ഒന്നല്ല. അവൾ പെട്ടെന്ന് തന്നെ അത് അവിടേക്ക് പോരുമ്പോൾ ഉമ്മ നുസൈബയെ തട്ടി പറഞ്ഞു, നുസൈബ മുന്നിൽ കയറ്. എന്നാൽ അത് കേട്ട് അവൾ ഒരു നിമിഷം മുഖത്തേക്ക് നോക്കി. ഐഷുമ്മയുടെ വേഗം നടന്നുകൂടി അങ്ങോട്ട് വാതിലടച്ചിക്കണേ. പിന്നീട് ഒന്നും നോക്കിയില്ല. ഐഷുമ്മ കുഞ്ഞിനെയും എടുത്ത് നേരെ അതാ ബാക്കിലെ സീറ്റിൽ കയറുന്നു. ഉമ്മ കയറിക്കുള്ളി മുന്നിൽ. ഷമ്മാസ് അത് പറയുകയാണ്. നുസി കയറട്ടെ? അല്ലമ്മ, ഉമ്മ കയറിക്കോളി. നുസി കയറിക്കോട്ടെ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഉമ്മ എന്താ, നിങ്ങളല്ല എൻ്റെ ഇപ്പം എപ്പോഴും കൂടെ നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ ഉമ്മ അല്ല എൻ്റെ കൂടെ മുന്നിലിരിക്കല്. നുസി ബാക്കിലിരുന്നോളൂ, നുസിയും സൗദയും കൂടെ ബാക്കിലിരുന്നോളൂ, നമുക്ക് ഫ്രണ്ടിൽ ഇരിക്കാം. എന്നാൽ ഷമ്മാസിനെ ഉമ്മയുടെ ആ പ്രവൃത്തി പറ്റിയില്ല. എന്താ നുസി മുന്നിലിരുന്ന എന്താ വണ്ടി നീങ്ങൂലേ? ഉമ്മയുടെ ആ ഒരു വാക്കുകൾ. എന്നാൽ സൗദയുടെ മുഖം വല്ലാതെയായി. സൗദ ഇവിടെ ഇരിക്കേ, ഇവിടെ കയറിയിരുന്ന. സൗദയെ ഉമ്മതാ അവിടെ ഇരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവൾ മനമില്ല മനസ്സോടു കൂടെ അതിൽ കയറി. അവൾക്ക് ദേഷ്യമാണ് വന്നത്. പോരൂലായിരുന്നു ഇങ്ങനെയാണെങ്കിൽ. എന്നാൽ അവൾ നേരെ അതാ ഷാമോൻ്റെ മുന്നിലേക്കങ്ങ് ചാഞ്ഞിരിഞ്ഞു. ഷാമോനെ, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു പൊറുതിയേട്. ഇവിടെ നിനക്ക് കാഴ്ചകളും കാണുന്നില്ല, എനിക്ക് എന്തൊക്കെയോ ഒരു ഛർദ്ദിക്കാൻ വരുന്ന പോലെ കാണുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിലെ സീറ്റിലേക്ക് ഇരിക്കട്ടെ? എന്നാൽ നുസൈബ, ഞാൻ ഇറങ്ങിത്തരാം. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, നുസൈബ അവിടെ ഇരിക്കേ, ഈ അവിടേക്ക് എണീറ്റ് ഓടണേ. ഇക്ക ഒന്ന് വണ്ടി നിർത്തുമോ? എന്താ വേണ്ട, നിങ്ങൾ എന്താ തീരുമാനിച്ചാണെന്ന്? അല്ലേ, എനിക്ക് ബാക്കിൽ നിന്ന് ഛർദ്ദിക്കാൻ വരും. ഛർദ്ദിക്കാൻ വരാൻ മാത്രമൊന്നും ഇല്ല കുട്ടി, ഇവിടെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് എത്തുന്നതല്ലേ. 10 മിനിറ്റും വേണ്ട, ഒരു 5-8 മിനിറ്റ്, അതുകൊണ്ട് ഇവിടേക്ക് എത്തൂലേ. ഇതിപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ലോങ്ങ് പോണത്, ഇതൊന്നും ഇങ്ങോട്ട് നടക്കാനുള്ള വയ്യേ ഉള്ളൂ. ശരിക്കും നടക്കുകയാണെങ്കിൽ വണ്ടിക്ക് പോയി വിട്ടൂടെ ഷാമോനെ വണ്ടി. അവൻ വണ്ടി എടുത്തു. എന്നാൽ ഈ സമയം സൗദ പറഞ്ഞു,
എന്തിനാണ് ഇപ്പോൾ കണ്ണി കണ്ടവരെ പള്ള കാണാൻ എന്നെ കൊണ്ടുപോകണത്? എന്നെ അവിടെ വീട്ടിലിരുത്തി പോയാൽ പോരേനോ? നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ അത്? അവൾ പുലമ്പാൻ തുടങ്ങി. എന്നാൽ ഉമ്മ പറഞ്ഞു, പൊന്നാരൻ്റെ സൗദ, ഒരേ സന്നെ വീട്ടിൽ നിർത്തി പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എന്നോട് പഠിച്ച പണി ഞാൻ പറഞ്ഞിക്കണ്, മോളെ പോര് 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 എന്ന്. അന്ന് എനിക്ക് പറ്റിയില്ല. ഞാൻ ആ വേലക്കാരത്തിൻ്റെ എന്താ അടുക്കള കാണാനോ? അതിന് നിന്നെ കിട്ടൂല, ഞാൻ പോരൂല, ഞാൻ ഇവിടുത്തെ മരുമകളാണ് എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിന്ന് എനിക്ക് ഓർമ്മയുണ്ടാ? എൻ്റെ ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞേജ് ഓർമ്മയുണ്ടാ? ഉമ്മ പ്രശ്നമാക്കിയത് ഓർക്കുന്നുണ്ട് ജ്? എന്തിനാണ് ജ് ഇങ്ങനെ ഇടങ്ങാറാക്കണേ? എനിക്ക് ഞങ്ങൾ മാണ്ടമാര് ഭക്ഷണം തരുന്നുണ്ട്, എനിക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്ത് തരുന്നുണ്ട്. എൻ്റെ ഒരു സ്വഭാവം നല്ലൊരു സ്വഭാവമായി കിട്ടിയാൽ മതി. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, ഞാൻ പെരി ചെന്നിട്ട് പറയാം, മനസ്സിലായല്ലോ? സൗദ ദേഷ്യത്തോടെ നോക്കുന്നു. എന്നാൽ അതിനിടയിൽ ഉമ്മയുടെ അടുത്ത് നിന്ന് കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിനെ പോലും വാങ്ങിയെടുക്കുന്നില്ല. ഉമ്മ, കുഞ്ഞ് കരയുണ്ടോ? നുസിയ, എൻ്റെ മടി ഒരു കുട്ടി ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഇതിനും കൂടി മടി വെക്കണോ? അതിനെന്തുമ്പോൾ തെന്നോളി, ഞാൻ ഇവിടെ വെക്കാം. എന്നാൽ അപ്പോഴും സൗദ പറഞ്ഞു, മുന്നിലാകുമ്പോൾ കാഴ്ചയെ കണ്ടിരുന്ന കുട്ടീനെ രണ്ടും നാലിനത്തിനൊക്കെ മടി വെക്കാലോ. സൗദ. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഉമ്മ സൈലൻ. ഒന്നുമില്ലയോ. എത്തി, ഇതാ കണ്ടില്ലേ, എത്തി, ഫ്ലാറ്റ് എത്തി. ഇതാണിപ്പോൾ ദൂരം. എന്നാലും പറഞ്ഞു കേട്ടാലോ. അതിൻ്റെ റബ്ബേ, കുറേ പോണ ഇറങ്ങിക്കോളി. മനമില്ല മനസ്സോടു കൂടി സൗദ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെയതാ അവരെല്ലാവരും ഫ്ലാറ്റിലേക്ക് കയറുന്നു. ലിഫ്റ്റിൽ കയറി. സത്യം പറഞ്ഞാൽ ഐഷുമ്മക്ക് പിരാന്ത് കടിക്കുന്നുണ്ട്. കാര്യമൊന്നുമല്ല, നുസൈബ നല്ലോണം ഹിജാബും പർദ്ദയൊക്കെ ഇട്ടുകയാണ് നല്ല മട്ടത്തിലാ പെൺകുട്ടി. ഇന്ന് ഇവളോ എന്തിനാണിത് തലയിൽ തട്ടിട്ടേക്കണം? ഒരു നെറ്റിൻ്റെ കണ്ടാണ് ഇട്ടേക്കുന്നത്. പഠിച്ചോനെ, ഇതൊക്കെ ഈ ആണുങ്ങളെ വശീകരിക്കാനുള്ള ഓരോ പരിപാടിയാണ്. പഠിച്ചോനെ, ഇതൊക്കെ തെറ്റല്ല കുട്ടിയെ എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ ഒന്നും ഉമ്മ പറഞ്ഞില്ല. ഉമ്മക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ അതാ അവർ ഫ്ലാറ്റിന് മുകളിലേക്ക് എത്തി, അവരുടെ റൂമിലേക്ക്. എന്നാൽ ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു. ആ ഷെമി, ആരെ നോക്കി വരാം. ഇക്ക, ആരെന്നാവോ? വാതിൽ തുറന്നു. പടച്ചോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഷമ്മാസും ഉസ്താദും കെട്ടി പിടിച്ച്. എന്താണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അപ്പോഴേക്കും മോളെ ഷെമിയെ, ഉമ്മ അതാ വരുന്നു. ഷമ്മ സാധനങ്ങളെല്ലാം എടുത്ത് ടേബിളിൽ വെച്ചു. ഉമ്മ, പഠിച്ചോനെ ഉമ്മ. എന്നാൽ സമീറയുടെ ആ ഒരു രൂപം കണ്ടപ്പോൾ ഐഷുമ്മ കരഞ്ഞു പോയി. ഉമ്മാൻ്റെ കുട്ടി ഇങ്ങനെ അയക്കണ റബ്ബേ, പഠിച്ചോനെ, ഇത് ഇങ്ങോട്ട് പള്ളൊക്കെ ഇങ്ങോട്ട് എത്തിക്കണല്ലോ. നാളെ മറ്റന്നാളൊക്കെ ഉണ്ടാവും, നീ നോയിക്കോണ്ടി. കണ്ടില്ലേ, ഇങ്ങോട്ട് എത്തിയേ, ഒന്ന് നോക്കിക്കാടി അതിൻ്റെ പള്ളമ്മക്കൊന്ന്. ഉമ്മ, അതെ ഇത്ത, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു ഡേറ്റിന് മുമ്പ് വന്നോണ്ടിന്നുള്ളത്. ഇനിയിപ്പോൾ 8-10 ദിവസം കൂടെ ഉണ്ടല്ലോ. എന്നാൽ നുസൈബൊക്കെ തോന്നി, ഇത് കുറേ താഴത്തേക്ക് എത്തിക്കണം കേട്ടോ. ഇത് ഉമ്മ പറഞ്ഞ പോലെ തന്നെ 2 ദിവസം കൊണ്ടൊക്കെ ഉണ്ടാകും. എന്നാൽ നുസൈബ അത് പറഞ്ഞപ്പോൾ സമീറ കരഞ്ഞു പോയി. മോളെ ദുആ ചെയ്യട്ടോ. ഇല്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. എന്നാൽ സമീറയുടെ ആ ഒരു നിറവേറ്, അതും വലിയ വയറിൽ 2 തടിച്ച കുട്ടികൾ, അവളും തടിച്ചിട്ട് മൊത്തത്തിൽ കാണുന്നവർക്കൊരു ടെൻഷൻ തോന്നുന്ന രീതിയിലായിരുന്നു. എന്നാൽ ഈ സമയം അതാ സൗദ ചോദിക്കുന്നു, ഇങ്ങളെ പള്ളിയിൽ എന്താ ആനക്കുട്ടിയാ? ശരിക്കും ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവരൊക്കെ ഞെട്ടിപ്പോയി. ഐഷുമ്മക്കത് പറ്റിയില്ല. വല്ലാത്തൊരു പുതുമ. എന്താ അടിജി ഇങ്ങനെ മുഖത്ത് നോക്കി പറയണത്? ആ ഗർഭിണിയായ പെണ്ണിനെ മുഖത്ത് നോക്കിച്ച് ഇങ്ങനെ പറയണത്? അല്ലേ, ആനക്കുട്ടിനെ പോലെ ഉണ്ട്. വലിയൊരു ആന ചെറിയൊരു ആനക്കുട്ടിനെ ഏറ്റിക്കണേ പോലെ ഉണ്ട്. അതാ ഞാൻ ചോദിച്ചത്. സൗദ പുച്ഛത്തോടെയാണ് അവരോട് സംസാരിച്ചത്. എന്നാൽ അവൾ ആ ഭാഗത്തേക്കൊന്നും പോകാതെ ഒരു ഭാഗത്തിരുന്നു. അവൾ ഓരോന്ന് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഒന്ന് സമീറയോട് എന്തെങ്കിലും ചോദിക്കുകയോ വിശേഷം ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. അവൾ ആ ഭാഗത്തേക്കേ വന്നില്ല. നുസൈബയാണെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് നുസൈബക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ഇത്ര വിഷമിക്കണ്ട കേട്ടോ, ഒക്കെ രാഹത്തോടു കൂടി കഴിയും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നോലിട്ടോ. മോളെ, ഞാൻ നടക്കുന്നുണ്ട്. എന്നാൽ ഐഷുമ്മക്ക് വല്ലാത്ത സങ്കടമായത്. പഠിച്ചോനെ, ഐഷുമ്മ കരയാണ്. മോളെ, ഒന്നുമില്ലാതെ കഴിഞ്ഞ് കിട്ടട്ടെ, സമാധാനമല്ലല്ലോ മോളെ. നമുക്ക് അങ്ങോട്ട് പോവാം, പുത്തൻ വീട്ടിക്ക്. അവിടെ നിന്ന് നമുക്കാണ് പോവാലോ. എന്നാലേ എന്തെങ്കിലും ഇതൊക്കെ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അതല്ല നല്ലത്, ഇവിടെ അങ്ങ് നിൽക്കണ്ടല്ലോ.
അതല്ലേ നല്ലത് ഉമ്മ. അതിപ്പോൾ അല്ല ഉസ്താദേ, ഞാനൊരു കാര്യം ചോദിച്ചോക്കട്ടെ. അല്ലേ, ഞങ്ങൾ ആ സെമിനാണ്ട് കൊണ്ടായാലോ, നിങ്ങളാണ്ട് പോരി, ഇനി 2 ദിവസത്തിനുള്ളിലൊക്കെ ഉണ്ടാവും വെക്കാറത്. അവിടെ നിൽക്കല്ലേ നല്ലത്. ഇനിയിപ്പോൾ ഈ ഫ്ലാറ്റിൽ നിന്ന് ലിഫ്റ്റിൽ കൂടെ ഒക്കെ ഇറങ്ങി ഇതിനെ മേലിനൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി ആയി കിട്ടുമ്പോഴത്തേന് നമുക്ക് അവിടെ ആകുമ്പോൾ അടിയിൽ റൂമും ഉണ്ട്, നമുക്ക് വണ്ടിയുണ്ട്, ഒരു പേടിയും പേടിച്ചെന്ന് അങ്ങോട്ട് പോവല്ലേ. എന്നാൽ സൗദക്ക് അത് തീരെ പറ്റിയില്ല. ഇതിപ്പോൾ അങ്ങോട്ട് കെട്ടിയെടുക്കാനുള്ള പ്ലാനിങ് കഴിഞ്ഞോ, പ്രസവം കഴിഞ്ഞാൽ എന്തൊക്കെയാവോ. വല്ലാത്തൊരു പുതുമ തന്നെ ഇത്. എന്താന്നില്ലേ, ആ വേലക്കാരത്തിനിപ്പോൾ കല്യാണം കഴിച്ച് പ്രസവവും കാര്യങ്ങളൊക്കെ കഴിക്കണമെന്ന് വെച്ചാൽ വല്ലാത്തൊരു തന്നെയാണല്ലോ. ഫൈസി ഉസ്താദ് പറഞ്ഞു, ഉമ്മ അത് വേണ്ട, ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്നോട്ടെ, അവളുടെ കാര്യമൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അല്ല ഉസ്താദേ, ഓളെ ഈ ഒരു അവസ്ഥയിലേ വേദനയൊക്കെ ഇളകിയാൽ ഉസ്താദ് ഒറ്റക്ക് പോകുമ്പോൾ ഇടങ്ങാറല്ലേ കാരം, പറയാൻ പറ്റൂലേ. എന്നാൽ ഉസ്താദിനൊന്നും പറയാനുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എന്ത് പറയാനാ. കാരണം ഉസ്താദിന് ചെറിയൊരു ഭയമുണ്ടായിരുന്നു, അവളുടെ അവസ്ഥ ഓർത്തിട്ടും അവളുടെ ഇരട്ട കുട്ടികളുടെ അതൊക്കെ ഓർത്തിട്ടൊക്കെ. ഉമ്മ എന്നാ നിങ്ങൾ ഇവിടെ നിന്നോളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ക്ഷാമം ഒന്നും ചെറിയ വണ്ടി വിളിക്കാം നമുക്ക് ഇവിടുന്ന്. ഉമ്മ എന്നാലും ഇവിടെ 1-2 ദിവസം. എന്നാൽ അത് കേട്ടപ്പോൾ ഐഷുമ പറഞ്ഞു, ആയിക്കോട്ടെ എന്നാൽ അങ്ങനെ ആട്ടോ, അങ്ങോട്ട് പോരാൻ ബുദ്ധിമുട്ടാണ്, ഇവിടെ നിൽക്കാം. നുസിയേ. ആ ഉമ്മ. അല്ലേ, ഞാനിവിടെ നിന്നോളാം എന്നാൽ 2 ദിവസം കേട്ടോ. പിന്നെ കുട്ടികളായിട്ട് എൻ്റെ മോൾ ഇടങ്ങാറാവൂലേ, അതാണിപ്പോൾ ഉള്ളൊരു കേട്. ഉമ്മ ഒരു ഇടങ്ങാറും ഇല്ല, അതിനിപ്പോൾ എന്ത്, 2 മക്കൾ ഞാൻ നോക്കിക്കൊണ്ടുമ്മ. ഉമ്മ ഇവിടെ നിൽക്കുകയാണോ? ശരിയാണ്, ഇവിടെ അവസ്ഥ കാണുമ്പോൾ നിൽക്കും ചെയ്തോളും. എന്നാൽ ഇത് കേട്ടപ്പോൾ സൗദക്ക് ചെറിയൊരു സന്തോഷം തോന്നി. തള്ള ഇവിടെ നിൽക്കുകയാണല്ലോ, തള്ള ഇവിടെ നിൽക്കണേ എന്നോട്ടെ. ഞാൻ അവിടെ എന്തായാലും ഷാമോനും നുസൈബൊക്കെ ഉണ്ടാവില്ല, എനിക്കിപ്പോൾ എന്താ പേടി. ഇനിയിപ്പോൾ നുസൈബ് കുളിക്കാൻ പോകുമോ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ എനിക്കും ഷാമോനെ കുറിച്ച് സംസാരിച്ചിരിക്കും ചെയ്യുക, എനിക്ക് കണ്ണ് നിറയെ ഒന്ന് കാണും ചെയ്യണം, അല്ലാതെ ഇപ്പോൾ ഒന്നും ശരിയാവില്ല. എന്നാൽ ഉമ്മ സൗദയുടെ അടുത്തേക്ക് വന്നു. സൗദ മോളെ, എന്നാൽ ഞാൻ ഇവിടെ നിന്നാലും എനിക്ക് ഈ കുട്ടിൻ്റെ അവസ്ഥ കണ്ടിട്ട് പാവം ഇടങ്ങാറ് തോന്നുകയാണ്. എന്താ ഏതൊക്കെ പറയാൻ പറ്റൂലല്ലോ. ഇനിയിപ്പോൾ ഒരു തുള്ളി വെള്ളം എടുത്ത് കൊടുക്കണമെങ്കിൽ എന്തൊക്കെ തന്നെയാണെങ്കിലും ഇനി പുസ്തകം ഒറ്റയ്ക്ക് ആകുമ്പോൾ നമുക്ക് നടക്കൂല. ഏതെന്നാൽ ഞാൻ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പുത്തൻവീട് തറവാട്ടിക്ക് നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഉമ്മ ഇവിടെ നിന്നോളി, അതാ നല്ലത്. ഉമ്മ ഇവിടെ നിന്നോളി, ആ പാവത്തിന് ഞാൻ അങ്ങോട്ടൊന്നും കൊണ്ടുപോകണ്ട, ഉമ്മ ഇവിടെ നിന്നോളി കേട്ടോ. ഇനിയിപ്പോൾ ഒരാഴ്ച ആയാലും കുഴപ്പമില്ല, ഇവിടെ നിന്നോളി നിങ്ങൾ. ശരിക്കും ഐഷുമ്മക്ക് അവളുടെ വാക്ക് കേട്ടപ്പോൾ അതിപ്പോൾ ഇങ്ങനെ പറയണത്. ഉമ്മ ഇവിടെ നിന്നോളി, കുട്ടികളെ ഞാൻ നോക്കുമോ? അമ്മ കുട്ടികളൊക്കെ ഞാൻ നോക്കിക്കോളാം, ഒന്നും കുഴപ്പമില്ല, ഉമ്മ ഇവിടെ നിന്നോളി, നിങ്ങൾ വരണ്ട കേട്ടോ. ശരിക്കും സൗദിയുടെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, എന്നാൽ അങ്ങനെ ചെയ്യാം നുസിയേ, എന്നാൽ ഞാനിവിടെ നിന്നോളടി. എനിക്ക് അവളെ കണ്ണും മൂറും കണ്ടിട്ട് അത്ര അതങ്ങോട്ട് പോരാ, 2 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും. കാരണം ഇങ്ങോട്ട് എത്തിക്കണ്, പള്ളം കണ്ടില്ല, കുറേ ഇങ്ങോട്ട് കീപ്പെട്ട് എത്തിക്കണ്. അതേ നമുക്കൊന്നേ ഇനിയിപ്പോൾ ഒന്നാട് തുടങ്ങിയിട്ട് പോവാം. ഇനിയിപ്പോൾ അധികം ദിവസമൊന്നും ഉണ്ടോ, 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രസവവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ മനസ്സ് പറഞ്ഞു. ഈ ചേലും കോലും കണ്ടിട്ട് അച്ചോനെ കണ്ടിട്ടുണ്ട് ഇടങ്ങാറ് റബ്ബേ. കാൽമേലാണെങ്കിൽ നീര്, വയറാണെങ്കിൽ ഒന്നായിട്ടുണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കുക, പിന്നെ മുഖത്ത് നീര്, കൗത്ത് നീര്, ആകപ്പാടെ നീരും എന്തോ ആയിട്ട് റബ്ബേ. പാവൻ്റെ കുട്ടിക്ക് എന്തോ ഒരു ഇടങ്ങാറ്. അല്ലാ ഒന്നും ഉണ്ടാവരുതേ അല്ലാ. ഐഷുമ്മ ദുആ ചെയ്തു ആ നിമിഷം തന്നെ. എന്നാൽ സൗദ സന്തോഷത്തിലാണ്. കാര്യം മറ്റൊന്നുമല്ല, ഷമ്മാസും നുസൈബയും കൂടിയാണ്, ഞാനും കൂടിയാണ് തറവാട്ടിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറയുന്നതൊന്നും കേൾക്കണ്ടല്ലോ. എന്തായാലും വേണ്ടില്ല. അങ്ങനെ അതാ ഐഷുമ്മ അവിടെ നിൽക്കുകയാണ്. ഷമ്മാസും നുസൈബയും സൗദിയുമെല്ലാം ചായയൊക്കെ കുടിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഉമ്മ എന്തുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകൾ, ആ മോനെ എന്തിൻ്റെയും വിളിക്കുക, കാരണം എനിക്ക് പെട്ടെറിഞ്ഞ് പോകാൻ പറ്റൂല, തള്ളി നന്ദി ഇല്ലാത്ത കുട്ടിയാണ്, നമ്മൾ ഇങ്ങനെ കാട്ടാൻ പാടില്ല. പിന്നെ ഉസ്താവും തന്നെ ഉമ്മ അവിടെ നിന്നോളി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിൽക്കുകയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഖേദാവൂലേ. അപ്പോൾ ഉമ്മയിപ്പം ഇല്ലാത്ത കുട്ടിയല്ലേ, ഉമ്മയിപ്പം മരിച്ചു പോയ കുട്ടിയാണ്, അവൾക്ക് താങ്ങും തണലായി എത്തിയമായ കുട്ടിയല്ലേ. നിന്ന് കൊടുത്താൽ പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതിഫലം ഉണ്ടാവും. നമ്മൾ ഓലൊക്കെയാണ് സഹായിക്കേണ്ടത്. പാവാണ്. നാത്തൂമാരാണെങ്കിൽ അങ്ങനെ പിന്നെ മച്ചിന്ന് പറഞ്ഞ് കുറേ വിളിച്ച് കളിയാക്കി ഇടങ്ങാറായി. അങ്ങനെ ഇപ്പോഴല്ലേ എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായത്. എന്നാൽ ഷാമോനെ നിങ്ങൾ പൊയ്ക്കോളിട്ടാ, ഞാൻ ഇവിടെ നിന്നോളാം, എനിക്ക് കണ്ട് പോരാൻ തോന്നുന്നില്ലടാ, പഠിച്ചോ ദോരക്കിട്ടോ പ്രസവമൊക്കെ നല്ല മട്ടത്തിൽ കഴിയാൻ വേണ്ടിയിട്ട്. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഉമ്മ വരുന്നില്ലേ? ഷമ്മാസിന് ഉമ്മയില്ലാതെ പോവുമെന്ന് പറഞ്ഞപ്പോൾ അതും വല്ലാത്തൊരു വിഷമം. ഉമ്മ പോരുമ്മ, ഉമ്മ പോരും, അത് അല്ലെങ്കിൽ നമുക്ക് അവരെ അങ്ങോട്ട് കൊണ്ടുപോവാം,
അതല്ല നല്ലത് മോനെ മാൻ്റെ കുട്ടി ഇപ്പോൾ പൊയ്ക്കോളി ട്ടാ പിന്നെ 2 ദിവസം ഇജ്ജ് പുറത്തേക്കൊന്നും പോകണ്ട, അവിടെ നിന്നുകൊണ്ടി. കുട്ടികൾ 2 ഉള്ളതാണ്, ഓളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ, ഓളെ ചിലപ്പോഴേ നോക്കുള്ളൂ. അപ്പോൾ മാൻ്റെ കുട്ടി അങ്ങോട്ട് പൊയ്ക്കോളി ട്ടാ. അതല്ല നല്ലത്. ഷമ്മാസ് മനസ്സോടു കൂടി സമ്മതിച്ചു. എന്തൊക്കെ തന്നെയാലും അതാ അവർ വീട്ടിൽ നിന്ന്, ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ സമീറ പറഞ്ഞു, അമ്മക്ക് ബുദ്ധിമുട്ടായി. ഇല്ല മോളെ, എൻ്റെ മോളെപ്പോലെ തന്നെയല്ലേ, ഈ കോലത്തിൽ അന്നിട്ടിക്കാണ്ട് ഞാൻ എങ്ങോട്ട് പോകാനാ? ഉമ്മാൻ്റെ കുട്ടി ഒരു പേടിയും പേടിച്ചണ്ട കേട്ടോ, ഒക്കെ റാഹത്തോടു കൂടി കഴിയും ഇൻഷാ അല്ലാഹ്. ഉമ്മ അവളെ സമാധാനിപ്പിച്ചു. അതെ, ഉമ്മയും ഉപ്പയും ഇല്ലാത്ത മോളാണ് സമീറ. ഉസ്താദിന് തന്നെ ആരുമില്ല, അപ്പോൾ പെറ്റുമ്മായിട്ട് ആരുമില്ല. ഒരു പോറ്റുമ്മായിട്ടെങ്കിലും ഞാൻ ഇവിടെ നിൽക്കാൻ പറ്റൂലല്ലോ. പഠിച്ചോൻ കാണുന്നുണ്ടല്ലോ ഇവിടെ, എല്ലാവരെയും നല്ല മട്ടത്തിൽ നോക്കിക്കണ്. ഇവള് ഞാൻ അതേപോലെ നോക്കും. ഉമ്മയുടെ മനസ്സിൽ അതായിരുന്നു ചിന്തകൾ. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.